Hello, good morning. Welcome to market discussion of the day. Today, May 5th, 2025. മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിലോട്ട് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ വീക്കിലെ ഫണ്ടമെന്റൽസിനെ കുറിച്ച് സംസാരിക്കും അല്ലേ. സോ അതേപോലെ തന്നെ നമുക്ക് ഫണ്ടമെന്റൽ സൈഡിലോട്ട് ന്യൂസുകൾ ഈ ആഴ്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏതൊക്കെ ന്യൂസുകളാണെന്നുള്ള കാര്യവും ഓക്കെ. അതിനുശേഷം നമുക്ക് ഏതൊക്കെ ദിവസം മാറി നിൽക്കണം എന്നുള്ള കാര്യം, അതിനുശേഷം നമുക്ക് ടെക്നിക്കൽസിലോട്ടും പോവാം. അതിന് മുന്നേ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പെയ്ഡ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മന്ത്ലി, ഈ മാസം മൊത്തം നീണ്ടു നിൽക്കുന്ന ഒരു പെയ്ഡ് സെഷൻ കഴിഞ്ഞ വ്യാഴാഴ്ച മെയ് 1 നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫ്രീ ആയിട്ടുള്ള സെഷൻ, ഫ്രീ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡിംഗ് സെഷൻ. കൂടുതൽ ആൾക്കാർ അതിനാണ് നോക്കുന്നത് അല്ലേ. ഒരു ക്രാഷ് കോഴ്സ് പോലെ നാളെ എല്ലാ ചൊവ്വാഴ്ചയും നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണമെന്ന് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, എന്താണ്, വെറുതെ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ മെസ്സേജ് അയക്കാതിരിക്കുക. സീരിയസ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ ആൾക്കാരും മാത്രം മെസ്സേജ് അയക്കുക. രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് രണ്ട് ബാച്ചായിട്ട് സെയിം കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന 2 ബാച്ചായിട്ടായിരിക്കും നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ സമയം നിങ്ങൾ ഫ്രീ ആയിട്ടുണ്ട് എങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയച്ചാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു പോകുന്നു. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്, നമുക്ക് ഈ ആഴ്ചത്തെ ന്യൂസുകളെ കുറിച്ചൊന്ന് പെട്ടെന്ന് ഓടിച്ചു പോവാം. ഓക്കെ, സോ ഇന്ന് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്. ഓക്കെ, പക്ഷേ ഇന്ന് നമുക്ക് ISM നോൺ മാനുഫാക്ചറിങ് PMI യുടെ ന്യൂസ് 3 മണിക്ക് വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക. ഗോൾഡൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അപ്പോഴൊരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നാളെ ചൊവ്വാഴ്ച നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ടെക്നിക്കൽ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവാം. ഓക്കെ, അതിനുശേഷം ബുധനാഴ്ച നമുക്ക് കളി മാറും. ബുധനാഴ്ച നമുക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. ഓക്കെ, ഈ ഇവിടുത്തെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റും കൂടിയാണ്. അപ്പം ബേസിക്കലി ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ അവർ ചേഞ്ചസ് ചെയ്യാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. 4.5% ആണ്. ഓക്കെ, അത് ചേഞ്ച് ചെയ്യാനായിട്ട് വളരെ കുറവാണ്. പക്ഷെ അതുകൊണ്ടിട്ട് തന്നെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ടുള്ള FOMC പ്രസ് കോൺഫറൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് മാർക്കറ്റ് ഇച്ചിരി പാടാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട്, ഓക്കെ, ഇന്ത്യൻ ടൈമിംഗ് എനിക്ക് തോന്നുന്നു ബുധനാഴ്ച രാത്രിയൊക്കെയാണ് ഈ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ UK തന്നെ 7 മണിക്കാണ് വരുന്നത് ന്യൂസ്. അപ്പം അവിടെ 12 മണി ആ ഒരു സമയത്തൊക്കെയാണ് വരുന്നത്. നിങ്ങൾ നോക്കിയാൽ മതിയാവും. സോ ആ ഒരു സമയത്തിന് മുന്നേ, വൈകുന്നേരത്തിന് ഉള്ളിലായിട്ട് നമ്മൾ ഏത് ട്രേഡ് എടുത്തിട്ടുണ്ടോ അതൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബുധനാഴ്ച മൊത്തത്തിൽ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഈ ആഴ്ച എന്തുകൊണ്ടാണ് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പറ്റുമോ, കുറയ്ക്കണം എന്നുള്ളൊരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ തീരുമാനങ്ങൾ US പ്രസിഡന്റിന്റെ കയ്യിലല്ല. അത് ഫെഡ് ചെയർ പവലിന്റെ കയ്യിലായതുകൊണ്ടിട്ട് തന്നെ അവർ തമ്മിൽ നേരത്തെ തന്നെ ഒരു ഫ്രിക്ഷൻ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടിട്ട് തന്നെ ഫെഡ് ചെയർ പറഞ്ഞു അതിനകത്ത് ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഇല്ല എന്നുള്ളൊരു കാര്യം ഉണ്ടായി. ഒരു ടഗ് ഓഫ് വാർ നടക്കുന്നുണ്ട് അവിടെ. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെയാണ് ഈ ആഴ്ചത്തെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനായിട്ടുള്ള റീസൺ. ഓക്കെ, സോ ഓൾറെഡി പവൽ പറഞ്ഞു അത് മാറ്റാൻ ചാൻസ് ഒന്നുമില്ല. അതുകൊണ്ടിട്ട് തന്നെ 4.5 മാറാനുള്ള പോസിബിലിറ്റി വളരെ വളരെ കുറവാണ്. പക്ഷേ ഉറപ്പായിട്ടും ഇത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ് അതല്ലേ, എന്തുകൊണ്ട് മാറ്റിയില്ല എന്ന് പ്രസ് ചോദിച്ചാൽ, പ്രസ് കോൺഫറൻസിന് 7:30 പ്രസ് കോൺഫറൻസിന് ചോദിച്ചാൽ അവിടെ എന്താണ് പുള്ളി പറയുന്ന ഉത്തരം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത് മാർക്കറ്റിനെ നല്ല രീതിയിൽ അഫക്റ്റും ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ വ്യാഴാഴ്ച നമുക്ക് വേറെ ഒന്നിനകത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഇല്ലെങ്കിലും ഉച്ചയ്ക്ക് 12 മണിക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ GBP ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോർമലിയാണ് കേട്ടോ. നോർമലി US ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ചേഞ്ച് ആക്കിയില്ലെങ്കിൽ UKയും ചേഞ്ച് ആക്കത്തില്ല. ഓക്കെ, അങ്ങനെയാണ് കണ്ടുപോയിക്കൊണ്ടിരുന്നത് കുറേ വർഷങ്ങളായിട്ട്. അതിനകത്ത് അങ്ങനെ ചേഞ്ചസ് ഒന്നും വരാറില്ല.
വളരെ ഒന്നോ രണ്ടോ കേസസിൽ മാത്രമാണ് അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ മാറിയിട്ടുള്ളത്. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഐ മീൻ GBP ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ സമയത്ത് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം ഉച്ചയ്ക്ക് 1:30 ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. ഉച്ചയ്ക്ക് 12:15 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് വരുന്നത്. ഓക്കെ, സോ അതും കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. വെള്ളിയാഴ്ച നമുക്ക് പ്രോപ്പറായിട്ടൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് ടെക്നിക്കൽ മാത്രം ഫോളോ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ചൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് പറയാനായിട്ടുള്ളത്. നമ്മൾ ടെക്നിക്കൽ ചാർട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ ടെക്നിക്കൽ ചാർട്ട് എടുക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY എല്ലാ ദിവസത്തെയും പോലെ JPYയിലോട്ട് തന്നെ നോക്കാം. JPY കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 144.16 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, സോ വീക്ക്ലി റേഞ്ച് ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ വീക്ക്ലി റേഞ്ചും ഡെയിലി റേഞ്ചും മാർക്കറ്റിൻ്റെ ഡെയിലി റേഞ്ചും ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ, എൻ്റെ ടെലഗ്രാം ചാനൽ ഇല്ലാത്ത ആൾക്കാർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ടാവും. എനിക്ക് അതിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ എന്നിട്ട് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ മാർക്കറ്റ് എത്രമാത്രം മൂവ്മെൻറ്റ് ഉണ്ടാവാം, എവിടം തൊട്ട് എവിടം വരെ എന്നുള്ളൊരു റേഞ്ച് ഞാൻ ഇടുന്നുണ്ട്. അതൊരു തിങ്കളാഴ്ച ഞാൻ വീക്ക്ലി റേഞ്ച് ഇടും. എല്ലാ ദിവസവും ഞാൻ ഡെയിലി റേഞ്ചും ഇട്ട് പോകുന്നതായിരിക്കും. സോ അത് കുറച്ചും കൂടി നിങ്ങൾക്കൊരു ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഡെയിലി റേഞ്ചൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സിലൊക്കെ അതൊക്കെ ആപ്ലിക്കബിൾ ആവുന്നത് ഉച്ചയ്ക്ക്, ഐ മീൻ ന്യൂസ് വരെ ഉള്ളൂ. ഇപ്പം മിക്ക ന്യൂസുകളും വരുന്നത് ഇവിടെ UK ടൈമിംഗ് 1:30 മണി 2 മണിക്കൊക്കെയാണ്. ഓക്കെ, ഇന്ത്യൻ ടൈമിംഗ് 6:30 മണിക്കാണ്. അപ്പം അതിന് മുന്നേ ആയിട്ട് തന്നെ മാറി നിൽക്കുക, ന്യൂസ് വരുന്ന ദിവസങ്ങളിൽ മാറി നിൽക്കുക, പൊസിഷൻസ് എല്ലാം ക്ലോസ് ചെയ്യുക എന്നുള്ളൊരു കൺസിഡർ ചെയ്തിട്ട് വേണം ഈ റേഞ്ച് നോക്കി നിങ്ങൾ ട്രേഡ് ചെയ്യാമെന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ആ ദിവസങ്ങളിലൊന്നും ഈ റേഞ്ച് വർക്ക് ആവണം എന്നൊന്നുമില്ല. സപ്പോസ് ഫോർ എക്സാമ്പിൾ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ അന്ന് റേഞ്ച് വർക്ക് ആവണം എന്നില്ല. ഓക്കെ, ഐ മീൻ ആ ന്യൂസിന് ഒരു 2 മണിക്കൂർ മുന്നേ വരെയൊക്കെ ആ റേഞ്ചൊക്കെ വർക്ക് ആവുള്ളൂ എന്നുള്ളൊരു ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ചു പോവുകയാണ് കേട്ടോ. കാരണം ആ റേഞ്ച് അതിൻ്റെ പുറത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമ്മൾ നമ്മുടെ JPYയിലോട്ട് കൺസിഡർ ചെയ്യുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 144.153. 144 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുമോ, 144 സപ്പോർട്ട് ചെയ്ത് മുകളിലോട്ട് പോവുമോ എന്നുള്ളതാണ് നമ്മളിവിടുത്തെ ചോദ്യം. ഓക്കെ, സോ നമ്മളുടെ ഏറ്റവും നല്ലൊരു JPYയിൽ നല്ലൊരു കാര്യം എന്താ വെച്ചാൽ 144 താഴെയായിട്ട് ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിനും മാർക്കറ്റിൻ്റെ താഴെ ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്ത് തന്നെ പോകണം. കാരണം ഇന്ത്യൻ ടൈമിംഗ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 4-5-3-4-5-6-7. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതാണ് UK ഏഷ്യ ഓപ്പണിംഗ്. ഏഷ്യയിലുള്ള 7:30 മണിയുടെ ക്യാൻഡിൽ ഇതായിരിക്കും. ഓക്കെ, സോ ഈ ക്യാൻഡിലും 144 മുകളിലായിരുന്നു. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് ഓപ്പണിംഗ് ക്യാൻഡിലാണ്, അത് 144 മുകളിലായിരുന്നു. സോ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ അടുത്ത ക്യാൻഡിൽ, സോ ഇതെന്ന് പറഞ്ഞാൽ UK ടൈമിംഗ് 10 മണിക്കുള്ള ക്യാൻഡിൽ, ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്കുള്ള ക്യാൻഡിൽ. ഓക്കെ, അതും 144 മുകളിലാണ് എങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഉറപ്പിക്കാം 144 അവിടെ നിന്ന് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം. ഓക്കെ, അവിടെ നമുക്ക് നല്ല രീതിയിലൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. JPYയുടെ കാര്യം പറയുകയാണെങ്കിൽ 144 സപ്പോർട്ട് അത് പക്ക എൻട്രി ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് 100% ഉറപ്പായിട്ടും എടുക്കാൻ പറ്റുന്നൊരു എൻട്രിയാണ്, വേറെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ. ഓക്കെ, അത് ടെക്നിക്കലി അത് പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി തന്നെയാണ്. അവിടുന്ന് നമുക്ക് സേഫായിട്ട് മുന്നോട്ട് പോവാം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, 144 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർക്ക് 146 വരെ നമുക്ക് മൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് വെച്ച് എവിടെ വെച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. സ്റ്റോപ്പ് ലോസ് ഞാൻ പറയുന്നത് 143.50 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. സപ്പോസ് 144 താഴെയായിട്ടാണ് 2:30 ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യൻ ടൈമിംഗ് 2:30, UK ടൈമിംഗ് 10 മണി. ഓക്കെ, 140 താഴെയാണ് എങ്കിൽ ഒന്നും പ്രത്യേകിച്ച് ചെയ്യണ്ട, വെയിറ്റ് ചെയ്യാം മാർക്കറ്റിനെ. US മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഒരു വെയിറ്റ് ചെയ്യാം. എന്നും വെച്ചാൽ അവിടുന്ന് ഒരു സെല്ല് എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷേ 144 മുകളിലാണ് അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ബൈ ചെയ്യാം എന്നുള്ളത് കാര്യം ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഓക്കെ, സോ ഇതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. നമ്മൾ നേരെ നമ്മുടെ യൂറോയിലോട്ട് വരുമ്പോൾ
യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.13238 ഓക്കെ. സോ ഇവിടെ നമുക്ക് യൂറോ നമുക്ക് എപ്പോഴും ഞാൻ നേരത്തെ പറയാറുണ്ടല്ലേ, യൂറോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ യൂറോ നമുക്കൊരു ബൈയിങ് പോയിന്റിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. അപ്പോൾ 1.1300 അവിടെയാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ബൈ പോയിന്റ് ഉള്ളത്. ഓക്കെ, 1.1300 നമുക്ക് നല്ലൊരു ബൈ പോയിന്റ് ഉള്ളത്. 1.13 അല്ല, ഓക്കെ മാറിപ്പോയി കേട്ടോ, മൈശാള. 1.1100 നമുക്ക് നല്ലൊരു ബൈയിങ് പോയിന്റ് ഉള്ളത്. ഓക്കെ, സോ അവിടെ വരെ നമുക്ക് മാർക്കറ്റ് ഈ ആഴ്ച കിട്ടും എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വിശ്വാസം. കാരണം നമുക്ക് ന്യൂസുകൾ, ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ന്യൂസ് ഉണ്ട്, അപ്പം അങ്ങനെ ഒക്കെ താഴോട്ട് പോകും എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരു സെല്ല് എടുക്കണമെന്ന് വെച്ചാൽ ഒരിക്കലും ഞാൻ സെല്ല് റെക്കമെൻഡ് ചെയ്യത്തില്ല. ടെക്നിക്കൽസ് നമുക്ക് പ്രോപ്പർ ആണെങ്കിൽ നമുക്ക് അവിടെ ചെറിയ ലോട്ട് സെല്ലെടുക്കുകയും ചെറിയ മൂവ്മെൻറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തൊരു 30 to 40 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് എടുത്ത് സെല്ല് ചെയ്യുകയും ചെയ്യാം, ടെക്നിക്കൽസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ യൂറോയിൽ ഞാൻ പറയുന്നത് 1.100 ആണ്. എനിക്ക് ഇന്ന് രാവിലെ എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഫുള്ളി കൺഫ്യൂസ്ഡ് ആണ് ആക്ച്വലി യൂറോയിൽ. അതുകൊണ്ടിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല, യൂറോയുടെ കാര്യം ഒന്നും പറയുന്നില്ല. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ചിടത്തോളം, ഓക്കെ, ഉക്രൈനും US തമ്മിലൊരു സാമ്പത്തിക കരാർ ഒപ്പിട്ടു, കഴിഞ്ഞ ആഴ്ച തന്നെ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം റഷ്യ ഒരു സീസ് ഫയർ, ഫ്രീഡം ഡേ ആയതുകൊണ്ടിട്ട് തന്നെ ഒരു സീസ് ഫയർ, 3 ദിവസത്തേക്കുള്ള സീസ് ഫയർ റെക്കമെൻഡ് ചെയ്തു. പക്ഷെ അത് ഉക്രൈൻ അത് വേണ്ടാന്ന് വെക്കുകയാണ് ഇവിടെ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ US-ന്റെ ഇടപെടൽ മൂലം ആ സീസ് ഫയർ ഉണ്ടായാൽ അത് 3 ദിവസം അല്ലാതെ ചിലപ്പോൾ ഒരു ലോങ്ങർ ടേമിലോട്ട് ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് നമ്മുടെ യൂറോയിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, അതൊരു ലോങ്ങർ ടേം അപ് ട്രെൻഡ് ആയിട്ട് മുന്നോട്ട് പോകും. ചിലപ്പോൾ മാർക്കറ്റ് റീട്രേസ് ചെയ്ത് 1.100 വന്നില്ല എന്നൊക്കെ ഇരിക്കാനുള്ള പോസിബിലിറ്റിയും കൂടുതൽ തന്നെയാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് സെല്ല് എടുക്കരുത് എന്ന് പറയുന്നത്. ബൈ എടുക്കണമെന്ന് വെച്ചാൽ ടെക്നിക്കലി ഒരു ഷോർട്ട് ടേം സെല്ല് കാണിക്കുന്നതും. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഫുള്ളി ഡൗട്ടാണ്. അതുകൊണ്ട് യൂറോ ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, നേരെ നമ്മൾ നമ്മുടെ GBPയിലോട്ട് വരുമ്പോൾ GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.32835 ആ റേഞ്ചിലാണ്. ഓക്കെ, സോ GBP നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ബെറ്റർ എൻട്രി എപ്പോഴും ബൈ പോയിന്റ് തന്നെയാണ്. 1.300 ആണ് ബെറ്റർ ബൈ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു അടുത്തൊരു ക്യാൻഡിൽ ടെക്നിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ പോലും 1.3300 മുകളിലായിട്ട് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാത്തത് കൊണ്ട് ടെക്നിക്കലി നമുക്കൊരു ഷോർട്ട് ടേം സെല്ല് പ്ലാൻ ചെയ്യാം. ഓക്കെ, 10 മണിക്കുള്ള ക്യാൻഡിൽ, അടുത്ത ക്യാൻഡിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ടൈമിംഗ് 2:30-ക്കുള്ള ക്യാൻഡിൽ 1.33 മുകളിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 1.3290 ആ റേഞ്ചിലൊക്കെയാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ധൈര്യമായിട്ടൊരു സെല്ല് ചെയ്യാം. ഓക്കെ, ആ സെല്ല് വലിയൊരു സെല്ലൊന്നും അല്ല കേട്ടോ. ഞാൻ 2-3 ദിവസമായിട്ട് GBPയിൽ സെല്ല് പറയുന്നുണ്ട് 1.300. നിങ്ങൾക്ക് കാണുകയും ചെയ്യാം എൻ്റെ ഇതിനകത്തല്ലേ. ഞാൻ പറഞ്ഞു 1.3300 അവിടുന്ന് സെല്ല് എടുക്കാം. കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ചയൊക്കെ 3290 അവിടുന്ന് എനിക്കൊരു പെൻഡിങ് ഓർഡറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന 1.3360 മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3360 അവിടെയെങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 വട്ടം, അതിൽ കൂടുതൽ വട്ടം, 3-4 വട്ടം ആക്ച്വലി മാർക്കറ്റ് 1.3 അവിടെ തട്ടിയിട്ട് മാർക്കറ്റ് താഴോട്ട് പോകുന്നതാ. ഇവിടെ നിന്ന് മാർക്കറ്റ് 1.33 സെല്ല് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് അവിടെ നിന്ന് ഒരു 40 to 50 പിപ്സ് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ഇവിടുന്ന് സെല്ല് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് വീണ്ടും ഒരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടുന്ന് സെല്ല് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. സോ ഇവിടുന്ന് വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അന്ന് വെള്ളിയാഴ്ച നടന്നിട്ടുണ്ടായിരുന്നു. സോ വലിയൊരു എൻട്രിക്ക് വേണ്ടിയിട്ട്, വലിയൊരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് GBPയിൽ കാത്തിരിക്കാതെ 1.3300 അവിടുന്ന് സെല്ല് എടുത്ത് കഴിഞ്ഞാൽ 1.3260 റേഞ്ചിൽ ട്രേഡ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അവിടുന്ന് സെല്ലെടുത്തോ. കാരണം മാർക്കറ്റ്
സൈഡിലല്ല നിൽക്കുന്നത്, ബൈ സൈഡ് തന്നെയാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അവിടുന്ന് സെല്ലെടുത്ത് മുന്നോട്ട് പോവാം എന്നുള്ളൊരു കാര്യം. ഓക്കെ, സോ ഇതാണ് എനിക്ക് നമ്മുടെ നമ്മുടെ GBPയിൽ പറയാനായിട്ടുള്ളത്. നമ്മൾ നേരെ നമ്മൾ ഓൾ ടൈം ഫേവറേറ്റ് ഗോൾഡിലോട്ട് വരുമ്പം, ഗോൾഡ് ഇന്ന് രാവിലെ സ്റ്റാർട്ടിങ്ങിൽ മാർക്കറ്റ് 3222 ഇന്നായിരുന്ന സോറി ഓക്കെ ഓക്കെ സോ മാർക്കറ്റ് ഓപ്പൺ ആയത് 3200. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്യാൻഡിൽ, ഇന്നത്തെ ഓപ്പണിംഗ് ക്യാൻഡിലാണ്. 3242 നിന്ന് താഴോട്ട് പോയി 3239 വരെ പോയിട്ട് തിരിച്ചു കയറി 3277 വന്ന് നിൽക്കുന്നു. ഓക്കെ, സോ മാർക്കറ്റിൽ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 10:30-ക്കുള്ള ക്യാൻഡിൽ 3280 താഴെയാണെങ്കിൽ, 50 മുകളിൽ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ചെറിയ ലോട്ട്, ഓക്കെ, ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.2 ലോട്ട് സെല് ചെയ്യാം. ഞാൻ ഒരിക്കലും ഗോൾഡ് സെല് ചെയ്യാൻ പറയുന്ന ആളല്ല. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, ഞാനിത് ചെയ്യത്തില്ല. ഞാൻ തൽക്കാലം ട്രേഡ് ചെയ്യുന്നില്ല ഗോൾഡിൽ. ഓക്കെ, ഗോൾഡ് ഞാൻ വിട്ടു. വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, ഒരു ലോട്ട് ചെയ്യുന്നത് ഞാൻ ചിലപ്പം ഒരു ലോട്ടിലൊക്കെ 0.1 ലോട്ടിലൊക്കെ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ ഞാൻ ചെയ്യത്തില്ല. ഇവിടെ വീണ്ടും കറണ്ട് പോയി. സോ അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് 3280 അവിടെ കിട്ടിയാൽ സെല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബെറ്റർ ബൈ പോയിന്റ് എന്താ വെച്ചാൽ 3230 അത് ഉറപ്പായിട്ടും 3230 എത്താനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം മാർക്കറ്റ് ഒരു വട്ടം അവിടെ സപ്പോർട്ട് ചെയ്താൽ, റേഞ്ച് ബേസ്ഡ് മാർക്കറ്റ് ആയതുകൊണ്ടിട്ട് തന്നെ ഒന്നും കൂടെ 3230 വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് 3221 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. അങ്ങനെ ഇടാനായിട്ട് റിസ്ക് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഇടാൻ പാടുള്ളൂ. ഞാൻ പറയുന്നത് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.1 ലോട്ട് അതിൽ കൂടുതൽ എടുക്കാതിരിക്കുക. 3280 എന്നുള്ള സെല്ലിൽ നിന്ന് 3230 എന്നുള്ള ബൈ എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാൻ കേട്ടോ. 100% എടുക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. അതൊരു 100% ഉറപ്പുള്ള ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അതുകൊണ്ടിട്ടാണ്. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. സപ്പോസ് റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ന്യൂസ് വന്നാൽ, എന്തെങ്കിലും സീസ് ഫയർ വരിക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ന്യൂസ് വന്നാൽ മാർക്കറ്റ് താഴെ പോവും, കുത്തനെ താഴെ പോവും. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യുക. ഓക്കെ, അതേപോലെ താരിഫിൻ്റെ ഭാഗമായിട്ട് ചൈന പല യു എസ് മാറ്റി പല വേറെ രാജ്യങ്ങളിലോട്ടൊക്കെ അവരുടെ ബിസിനസ് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമത്തിലാണ്. ഓക്കെ, സോ അതിനൊക്കെ ഒരു ഇതുണ്ടായാൽ ഉറപ്പായിട്ടും ഗോൾഡിൻ്റെ റേറ്റ് വീണ്ടും കുത്തനെ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, സോ അത് മറക്കാതിരിക്കുക. പക്ഷേ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു ഇത് കൺസിഡർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.